ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ദിലീപ് ഏട്ടൻ അഭിനയിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി നമ്മൾ തന്നെ കണ്ടുവന്നിട്ടുള്ള സുഹൃത്തുക്കൾ കുറേ നാൾക്ക് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ ദിലീപ് ഏട്ടനെ ഒരു നല്ല പടത്തിൽ അല്ലെങ്കിൽ നല്ലൊരു പടത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളിയെ കണ്ടു സുഹൃത്തുക്കളെ. ഭയങ്കര സന്തോഷവും എന്തെന്നില്ലാത്ത ഒരു സാറ്റിസ്ഫാക്ഷനാണ് സുഹൃത്തുക്കളെ. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആളാണ്. പടം റൈറ്റ് ചെയ്തിരിക്കുന്നത് ഷാരിസ് മുഹമ്മദ് ആണ്. പടത്തിന്റെ കാസ്റ്റിലേക്ക് വരുമ്പം ദിലീപേട്ടനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, സിദ്ദിഖുണ്ട്, പിന്നെ നമ്മുടെ ഉർവശി ചേച്ചിയുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, മഞ്ജുപിള്ള ചേച്ചിയുണ്ട്. അങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന കിടുക്കം പടം ഗൈസ്. അതായത് ഇതിനകത്ത് ടോപ്പിക്ക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കണ്ടന്റ് ആയിട്ട് വരുന്നത്. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ആസ്വാദനത്തിനെ അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിനകത്ത് ഒരാളുടെ പേര് എനിക്ക് എത്ര നോക്കിയിട്ടും കിട്ടിയില്ല ഗൈസ്. ഇതിനകത്ത് ദിലീപേട്ടൻ്റെ പാർട്ട്ണറായിട്ട് വരുന്ന ഒരു കുട്ടിയുണ്ട് ഗൈസ്. എനിക്ക് ആ കുട്ടിയുടെ പേര് ഇങ്ങോട്ട് കിട്ടിയില്ല, ഇങ്ങനെ നോക്കിയിട്ട് കിട്ടുന്നില്ല. കിടുക്കൻ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കക്ഷിയുടെ എൻട്രി തൊട്ട് പടം ആ കക്ഷിയും കൊണ്ടുപോകും. പിന്നീടാണ് ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. മഞ്ജുപിള്ള ചേച്ചിയുടെ ആക്ടിങ് എൻ്റെ മോനെ പൊളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്ന് പറഞ്ഞാൽ ചില ഇമോഷണൽ സീൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ചില ഇമോഷണൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് അത് വർക്കായി അല്ലെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ആവുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കണ്ട ലാസ്റ്റ് വന്ന പടം പവി കെയർടേക്കർ ആ പടമാണെന്ന് തോന്നുന്നു. അതിനകത്തൊക്കെ പുള്ളി കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നതായിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കോമഡി പറയുന്നതായിട്ടൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ പടം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അങ്ങനെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം പുള്ളിക്കാരൻ ആ ഒരു കഷ്ടപ്പെട്ട് എന്തൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് എന്തൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ളതുപോലെ എനിക്ക് ഇതിൻ്റെ ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രാക്കിലോട്ട് കയറി വന്ന ആ ഇമോഷണൽ സീൻസ് ആയിക്കോട്ടെ, ഇമോഷണൽ കാര്യങ്ങളായിക്കോട്ടെ, ഈ പടത്തിൻ്റെ മെയിൻ കണ്ടൻറ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേഴ്സണലായിട്ടുള്ള ആ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ വന്നപ്പോഴത്തേക്ക് ദിലീപേട്ടന് ആ ഫാമിലി അല്ലെങ്കിൽ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ആ പുറത്തുണ്ടാകുന്ന ഇഷ്യൂസ് അതൊക്കെ ദിലീപേട്ടൻ ഭയങ്കരമായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ദിലീപേട്ടൻ അത് ഭയങ്കരമായിട്ട് അത് കിടുക്കനായിട്ട് ക്യാരി ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത് തന്നെ ദിലീപേട്ടൻ്റെ ഫാമിലി ആ ഫാമിലിയിൽ മൂത്ത കല്യാണം കഴിക്കാത്തൊരു ബാച്ചിലർ പേഴ്സണാണ്. പിന്നീട് പുള്ളിയുടെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പടം പോകുന്നത്. സോ അച്ഛനായിട്ട് വരുന്നത് സിദ്ദിഖാണ്, അമ്മയായിട്ട് വരുന്നത് ബിന്ദു പണിക്കരാണ്, ബ്രദറായിട്ട് വരുന്നത് ധ്യാൻ ശ്രീനിവാസനും, പിന്നെ വേറൊരു പയ്യനോടൊക്കെ. സോ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു 2K കിഡ്സിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു ടോപ്പിക്കാണ്. എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു കംബാക്ക് ആണല്ലോ എന്ന് പറയുന്നല്ലോ, നമ്മുടെ ദിലീപേട്ടൻ്റെയും ഒരു കംബാക്ക് ആണ്. ബട്ട് സാഡ്ഫുള്ളി ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ പടം കാണാൻ ആരും ഇല്ലായിരുന്നു ഗൈസ്. വിരളിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ, ഒരു 10-15 പേര് മാത്രമേ ഉള്ളായിരുന്നു ഈ പടം കാണാനായിട്ട്. പണ്ടൊക്കെ നമ്മൾ ഒരു ദിലീപ് പടം തിയേറ്ററിൽ ഇറങ്ങുമ്പം ഗൈസ് എല്ലാ ഹൗസ്ഫുൾ ഷോസ് ഒക്കെ ആയിരുന്നു. ബട്ട് പിന്നീട് കുറേ നാൾ ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് ഒരു ഹൗസ്ഫുള്ളിൽ ഞാൻ കണ്ടത് രാമലീലയ്ക്ക് സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം വന്നതൊക്കെ പടങ്ങളൊക്കെ ഒരു ഒരു ആവറേജ് പടങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഈ പടം ആ ഒരു കാറ്റഗറിയിലുള്ളതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മേ ബി ആൾക്കാർക്ക് ഒരു താല്പര്യം ഇല്ലാത്തത്. ബട്ട് ഗൈസ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ മൂവി പ്രിൻസ് ആൻഡ് ഫാമിലി. ഇറ്റ്സ് എ നൈസ് മൂവി. അപ്പം എല്ലാവർക്കും വർക്കാവുന്ന കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ്. സോ എല്ലാവരും പോയി കാണുക കിടിലോസ്കി പടം. അപ്പോൾ അതിനുള്ള ഗൈസ് ടാറ്റ ബൈ ബൈ.